പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് രാജി. എനിക്ക് 28 വയസ്സാണ് പ്രായം. വിവാഹിതയാണ്. ഭർത്താവിന്റെ പേര് ശ്യാം. മുംബൈയിലാണ് ഭർത്താവിന് ജോലി. അവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എന്നെ കാണാൻ അടിപൊളിയാണെന്നാണ് എൻ്റെ കൂട്ടുകാരികളെല്ലാം പറയുന്നത്. എന്നെ കാണുന്ന ആണുങ്ങളുടെ ആ നോട്ടം കാണുമ്പോൾ അവളുമാര് പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് എനിക്കും തോന്നാറുണ്ട്. ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ. ബോംബെക്ക് എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് പലപ്പോഴും ഞാൻ ഏട്ടനോട് പറഞ്ഞെങ്കിലും അത് ശരിയാവില്ലെന്നാണ് അങ്ങേര് പറയുന്നത്. ഏട്ടന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്. അവരെ രണ്ടുപേരെയും തനിച്ചാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കുണ്ടായിരുന്ന ജോലി പോലും അങ്ങേരായിട്ട് കളയിപ്പിച്ചത്. ഇപ്പോൾ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും ഒപ്പം അവരുടെ വീട്ടിലാണ് ഞാൻ. ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളോടും താല്പര്യം ഒന്നും തോന്നാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് എൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞ ആ സംഭവം അരങ്ങേറുന്നത്. ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ശ്യാം ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. ബോംബെ ജീവിതം സ്വപ്നം കണ്ടാണ് ഞാൻ വിവാഹത്തിന് പോലും സമ്മതിച്ചത്. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി എൻ്റെ ജീവിതം ശ്യാമിന്റെ വീട്ടിലാണ്. അവിടെ ഞാനും ഏട്ടന്റെ അച്ഛനും അമ്മയും മാത്രം. കുട്ടികൾ ഉടനെ വേണ്ടെന്നാണ് ശ്യാമിന്റെ ആഗ്രഹം. എനിക്കും തിടുക്കമൊന്നുമില്ലായിരുന്നു. ഭർത്താവിനെ 6 മാസത്തിലൊരിക്കൽ ഒരാഴ്ച അന്തിക്കൂട്ടിന് കിട്ടുന്ന എനിക്ക് ഭർത്താവ് അടുത്തില്ലാതെ ഗർഭിണിയാവാൻ താല്പര്യമില്ലായിരുന്നു. ഏട്ടന്റെ അച്ഛൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, രാജശേഖരൻ. അദ്ദേഹം വലിയ കർശനമായിട്ടാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത്. അതുകൊണ്ട് അമ്മായിയമ്മയ്ക്ക് അതിര് കവിഞ്ഞ പേടിയും ബഹുമാനവുമാണ്. എനിക്കും അദ്ദേഹത്തെ വലിയ ബഹുമാനമായിരുന്നു. എൻ്റെ ഭർത്താവിനേക്കാളും എല്ലാം കൊണ്ടും യോഗ്യനായിരുന്നു അദ്ദേഹം. എൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന് തന്നെ പറയാം. അതെന്റെ കുഴപ്പം കൊണ്ടല്ല. എന്നെ ഒന്ന് സെക്സിൽ തൃപ്തിപ്പെടുത്തുവാൻ എൻ്റെ ഭർത്താവിന് പറ്റിയിരുന്നില്ല. അത് അങ്ങേരുടെ ബലഹീനതയാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് കൊണ്ടാണ്. ഇതിനിടയിൽ എന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോകാൻ അമ്മായിയച്ഛനും അമ്മായിയമ്മയും നിർബന്ധിച്ചപ്പോൾ ഭർത്താവ് തയ്യാറായി. പോകാനുള്ള ദിവസം എടുത്തപ്പോൾ അമ്മായിയമ്മ ബാത്റൂമിൽ തെന്നി വീണ് കിടപ്പിലായി. അതോടെ എൻ്റെ യാത്രയും അവസാനിച്ചു. അമ്മായിയമ്മയെ നോക്കലും വീട്ടിലെ എല്ലാ ജോലികളും മൊത്തം എൻ്റെ തലയിലായി. അമ്മ ആരോഗ്യവതി ആയിരുന്നപ്പോൾ അടുക്കള ഭരണം അമ്മയാണ് നോക്കിയിരുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാതെ ആയതോടെ അമ്മായിയപ്പൻ ആകെ വിഷമത്തിലായി. എന്നിട്ടും അദ്ദേഹം ഏട്ടനോടും എന്നോടും പറഞ്ഞു, നീ വേണമെങ്കിൽ അവന്റെ കൂടെ പൊയ്ക്കോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ടെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെയായി. വീട്ടുകാര്യങ്ങളെല്ലാം അമ്മ നോക്കുന്നത് പോലെ നോക്കി ഭംഗിയായി ഞാൻ നോക്കിപ്പോരുമ്പോൾ ഒരു ദിവസം ഡോക്ടർ അമ്മായിയച്ഛനോട് പറഞ്ഞു, അമ്മായിയമ്മയുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ്. അവർക്കിനി എഴുന്നേൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അത് കേട്ടപ്പോൾ അമ്മായിയപ്പൻ വല്ലാതെയായി. ഒരു ദിവസം അമ്മായിയപ്പൻ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഞാൻ റൂം തൂത്തുവാരാനായി മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ ഹാൻഡ് ഫ്രീ ഓണാക്കി അമ്മായിയപ്പൻ സുഹൃത്തുമായി സംസാരിക്കുന്നു. അപ്പോഴിനി തൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ സാധിക്കുമടോ? അതെ, അതൊരു പ്രശ്നമാണ്. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കാര്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അതെല്ലാം ആകെ അവതാളത്തിലായി. എടോ, ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞാൽ താൻ ദേഷ്യപ്പെടരുത്. ആവശ്യം വരുമ്പോഴാണല്ലോ നമ്മൾ പല വഴിയും ആലോചിക്കുന്നത്, സുഹൃത്ത് പറഞ്ഞു. താൻ എന്താടോ ഉദ്ദേശിക്കുന്നത്? വളച്ചു കെട്ടാതെ കാര്യം പറയടോ, അച്ഛൻ ചോദിച്ചു. എടോ, തൻ്റെ മരുമകൾ തന്നോടൊപ്പമല്ലേ താമസിക്കുന്നത്? അവൾക്കും ഇതിനൊക്കെ താല്പര്യം ഉണ്ടാകില്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും. ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾ എന്നെ അവളുടെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത്. അതൊക്കെ തന്റെ തോന്നലാടോ. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ മിക്ക സ്ത്രീകളും ആശ്രയിക്കുന്നത് അമ്മായിയപ്പനെയാണ്. അതാകുമ്പോൾ വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല, സുഹൃത്ത് പറഞ്ഞു. ഏയ്, അതൊന്നും ശരിയാവില്ലടോ, അച്ഛൻ പറഞ്ഞു. എടോ, ഒരു ശരികേടുമില്ല. എൻ്റെ മരുമകളെ ഇപ്പോൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാ, അറിയാമോ തനിക്ക്? പിന്നെ ഇത് തന്നോടായതുകൊണ്ട് മാത്രമാ പറഞ്ഞത്. താനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കടോ, സക്സസ് ആവുമെന്നാണ് ഞാൻ പറയുന്നത്. ഏയ്, അതൊന്നും വേണ്ട, താൻ ഫോൺ വെച്ചേ. അതും പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. ആ സംസാരം മുഴുവൻ കേട്ടുനിന്ന എനിക്ക് അമ്മായിയപ്പനോട് ഒരുപാട് ബഹുമാനം തോന്നി. എത്ര നല്ല മനുഷ്യൻ! വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എൻ്റെ സമ്മതം പോലും ചോദിക്കാതെ എന്നെ എന്നേ കീഴ്പ്പെടുത്തുമായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് മുറിയിലേക്ക് ചെന്നത്.
അപ്പോൾ അച്ഛൻ ആലോചനയിലായിരുന്നു. കൂട്ടുകാരനുമായി സംസാരിച്ചതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് അച്ഛനെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുത്തു. ഞാനും അച്ഛനും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ദുഃഖം തന്നെയാണ്. തുല്യ ദുഃഖിതർ ഒന്നു ചേരുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. ഈ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അപ്പോഴേക്കും വീടിന്റെ കൺട്രോൾ മുഴുവൻ എന്റെ കയ്യിലായി. അമ്മായിയമ്മയെ നോക്കി നല്ലൊരു കുടുംബനാഥയായി ആ വീടിന്റെ എന്ത് കാര്യവും എന്റെ കാര്യവുമായി ഞാൻ കരുതി. എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായി. അതോടൊപ്പം അമ്മായിയപ്പനോട് എനിക്ക് ഒരു ആകർഷണം ഉണ്ടാകാൻ തുടങ്ങി. അത് പിന്നീട് വളർന്ന് അദ്ദേഹത്തോട് എനിക്ക് പ്രണയമായി മാറി. അമ്മായിയമ്മയുടെ ഈ അവസ്ഥയിൽ എനിക്ക് സന്തോഷം തോന്നുകയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. കാരണം ഞാൻ അപ്പോഴേക്കും എൻ്റെ അമ്മായിയപ്പനെ പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അദ്ദേഹം എന്നെ ഒരു മോളെ പോലെയാണ് കാണുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഞാൻ മരുമകളാണെന്ന് തോന്നൽ ഇല്ലാതാക്കണം. അച്ഛന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് മരുമകളല്ല തന്റെ ഭാര്യയാണ് നോക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കുക. എന്റെ ആ നീക്കം ഫലം കണ്ടു തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ പരസ്പരം അടുത്തു. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹവുമായി പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ അമ്മായിയമ്മയെ വെറുക്കാൻ തുടങ്ങി. അമ്മായിയമ്മയുടെ സ്ഥാനത്ത് പതുക്കെ കയറിപ്പറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. അത് സ്വപ്നം കാണാനും തുടങ്ങി. ഞാൻ വീട്ടിൽ അമ്മായിയമ്മയുടെ ഡ്രസ്സെല്ലാം എടുത്തിടാൻ തുടങ്ങി. ഞാൻ അമ്മായിയപ്പനോട് എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ വരെ പങ്കുവെക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ ഒരു പരിധി വരെ അമ്മായിയപ്പനെ അമ്മായിയമ്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ ഞാൻ വിജയിച്ചു. പക്ഷേ അദ്ദേഹം പൂർണ്ണമായി മാറിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും എന്നെ മരുമകളായിട്ടാണ് കാണുന്നത്. ഞാൻ പറയുന്നതൊക്കെ വാങ്ങിത്തരുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിട്ടാണ് കരുതുന്നത്. അതങ്ങനെ തുടർന്നാൽ എന്റെ ലക്ഷ്യം സാധിക്കില്ല. ഭർത്താവാണെങ്കിൽ പ്രൊമോഷനായി, ഉത്തരവാദിത്തങ്ങൾ കൂടി. അതുകൊണ്ട് ലീവ് കുറഞ്ഞു. വീട്ടിലേക്കുള്ള വരവ് വല്ലപ്പോഴുമായി. വന്നാലും 2 ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിൽക്കത്തില്ല താനും. 2 ദിവസം കൊണ്ട് ഒന്നിനും സമയം കിട്ടത്തുമില്ല. അമ്മയെക്കുറിച്ചുള്ള സങ്കടം പറച്ചിൽ മാത്രം. എന്തായാലും അമ്മായിയപ്പനെ മാറ്റി എടുത്തേ പറ്റൂ. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് അച്ഛാ, ഇതാ ചായ. ആ ഗുഡ് മോർണിംഗ് മോളെ. എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണെങ്കിലും ചോദിക്കുന്നേ. ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ്? അച്ഛൻ. സംശയമുണ്ടോ നിനക്ക്? ഇല്ല. ഈ വീട്ടിലെ കുടുംബനാഥ ആരാണ്? ഞാൻ ചോദിച്ചു. നിന്റെ അമ്മായിയമ്മ. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ആരാണെന്നാണ്. ഓ ഇപ്പോഴോ? ഇപ്പോൾ നീയാണ് കുടുംബനാഥ. എന്തായാലും അച്ഛന് ആ തിരിച്ചറിവുണ്ടല്ലോ. എനിക്ക് സന്തോഷമായി. അച്ഛ അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? എന്റെ ചോദ്യം കേട്ട് അച്ഛൻ അന്തം വിട്ട പോലെയായി. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്, ഞാൻ പറഞ്ഞു. അതവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ്, അച്ഛൻ പറഞ്ഞു. അതെ, അതാണ് ശരി. അത് പക്ഷേ മോളെ, നിന്നെ എനിക്കൊരു മോളെ പോലെയാണ്. ആദ്യം അച്ഛൻ എന്നെ മോളെ പോലെ കാണുന്നത് നിർത്ത്. എന്നിട്ട് മോളെ, എന്നാലും എനിക്കൊരു ഒരെന്നാലും വേണ്ട. ഞാനല്ലേ അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുന്നത്. അച്ഛന് തന്നെ അറിയാവുന്ന കാര്യമല്ലേ അത്. ഞാൻ നിങ്ങളുടെ പെണ്ണാണ്. എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം. ഇതും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്നു. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്നെ തിരിച്ചു വല്ലാത്ത ഒരു നോട്ടം നോക്കി. അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത ഒരു സന്തോഷം തോന്നി. അയാൾ എന്നോട് പറഞ്ഞു, ഇനി നിന്റെ എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്നു മുതൽ ഞാൻ നിന്റെ കുടുംബനാഥൻ. നീ വിഷമിക്കണ്ട കേട്ടോ. അത് കേട്ട് ഞാൻ കോരിത്തരിച്ചുപോയി. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത്. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അകത്തേക്ക് പോയി. അദ്ദേഹത്തിനെ ഞാനൊന്ന് തിരിഞ്ഞു നിന്ന് കണ്ണടിച്ചു കാണിച്ചു. അദ്ദേഹം പോയി നോക്കി. പുറത്തു വന്നത് പാൽക്കാരനായിരുന്നു. ശേഷം അദ്ദേഹം വാതിലടച്ചു വന്നു. ഞാൻ പോയി അമ്മായിയമ്മയുടെ വസ്ത്രം എടുത്ത് ധരിച്ചു. അദ്ദേഹം എന്നെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ വാരിപ്പുണർന്നു. പിന്നെ അവിടെ എന്തെല്ലാമോ നടന്നു. കാലങ്ങളോളം കെട്ടിനിന്ന് അണക്കെട്ട് പൊട്ടിയൊഴുകി. പിന്നീട് ഞങ്ങൾ എന്നും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചത്.